പുനരധിവാസമടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ നടപടികൾ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ ഇരകളായവരുടെ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് നിർമ്മാണ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു സർക്കാർ. ടൗൺഷിപ്പിനുള്ള ഭൂമി കണ്ടെത്താൻ ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർ എ ഗീതയെ ചുമതലപ്പെടുത്തി. മേപ്പാടി പഞ്ചായത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയുടെ കണക്ക് നൽകാൻ വകുപ്പുകളോട് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് നിർദ്ദേശിച്ചു. മേപ്പാടി പഞ്ചായത്തിൽ ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നു. ഇതിനായി സ്ഥലം കണ്ടെത്താനുള്ള പ്രാരംഭ നടപടികളാണ് ആരംഭിച്ചത്. സ്ഥലം കണ്ടെത്താനായി ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറും ലാൻഡ് ബോർഡ് സെക്രട്ടറിയുമായ എ ഗീതയെ ചുമതലപ്പെടുത്തി. വയനാട് മുൻ കളക്ടർ കൂടിയായ എ ഗീതയ്ക്കാണ് വയനാട്ടിലേക്കുള്ള സഹായം ഏകോപിപ്പിക്കുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്കിന്റെയും ചുമതല. ക്യാമ്പിൽ കഴിയുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റിയാലുടൻ ടൗൺഷിപ്പിനുള്ള നടപടികൾ തുടങ്ങും. മേപ്പാടിയിൽ സർക്കാർ വകുപ്പുകളുടെ കൈവശമുള്ള ഭൂമിയുടെ കണക്ക് ശേഖരിക്കാനും നടപടി തുടങ്ങി. ഇതിൽ ഉപയോഗത്തിലുള്ളതും ബാക്കിയുള്ളതുമായ ഭൂമിയുടെ കണക്ക് നൽകാനാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിന്റെ നിർദ്ദേശം. ടൗൺഷിപ്പിന് ഉതകുന്ന ഭൂമി ലഭിച്ചില്ലെങ്കിൽ വനംവകുപ്പിന്റെ കൈവശമുള്ള ഭൂമി പരിഗണിക്കാനും നിർദ്ദേശമുണ്ട്. ടൗൺഷിപ്പിനായി എത്ര ഭൂമി വേണമെന്ന പരിശോധന റവന്യൂ വകുപ്പ് ആരംഭിച്ചു. ഭൂമി കണ്ടെത്തിയ ശേഷം സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുമായും ഭൗമശാസ്ത്ര പഠന കേന്ദ്രവുമായും ചർച്ച നടത്തും. മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകുന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാകും ടൗൺഷിപ്പിനുള്ള ഭൂമി സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുക. 24 തിരുവനന്തപുരം.